അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് പൊതുവേ ആളുകൾക്കുള്ളൊരു പേടി സ്വപ്നമാണ് ലിവർ ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ സിറോസിസ് ഉണ്ടാകാം, ലിവർ സിറോസിസ് ഉണ്ടാകും, ലിവർ ഡാമേജായി ക്യാൻസർ വരാം. അതൊക്കെ ശരിയാണ്. അത് ഭയങ്കര ഓവറായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ലിവർ ഫാറ്റ് ഇല്ലാത്ത ഒരു മനുഷ്യനും ഇവിടെ ആരുമില്ല. കാരണം ലിവർ ഫാറ്റ് ഓൾറെഡി ഒരു മനുഷ്യനുള്ളതാണ്. അത് ഓവറാകാതെ നമ്മൾ സൂക്ഷിച്ചാൽ മതി. അതിൻ്റെ ശരിക്ക് ഫാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ദഹിച്ച് അതിൻ്റെ ചാറ് ആണ് ലിവറിൽ ചെല്ലുള്ളൂ. അപ്പോൾ ഈ ചാറ് അതിൻ്റെ വൈറ്റമിൻസും മിനറൽസൊക്കെ വേർതിരിച്ച് ബോഡിക്ക് വേണ്ടത് അത് വിട്ടുകൊണ്ടിരിക്കും, ബ്ലഡിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. കുറച്ച് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓവറായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഓവർ സ്റ്റോർ ആവും. ഇത്ര നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ വിശപ്പിനുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓവർ സ്റ്റോറിങ് വരില്ല. നമ്മൾ ഓവറായിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ മതി. ഇത്രയുള്ള ഇതിനകത്ത് കാര്യം. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിവറാണ് നമ്മുടെ ബോഡി കൺട്രോൾ ചെയ്ത് പോകുന്നത്. നമ്മൾ 1-2 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമ്മൾ വീക്കാകാൻ സൂക്ഷിക്കുന്നത് അതാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സ്റ്റോറേജിൽ ഇരിക്കുന്ന സാധനം കുറേശ്ശെ ബോഡിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കും. ഇത് കൊളസ്ട്രോളായിട്ട് സ്റ്റോർ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ലിവർ കൊളസ്ട്രോൾ ഉണ്ടാകും. ലിവർ കൊളസ്ട്രോൾ ഇല്ലാത്ത ആരും ഇവിടെ ഇല്ല. അപ്പോൾ ഇത് ഓവറാകാതെ നമ്മൾ സൂക്ഷിക്കണം. വെച്ചാൽ നമുക്ക് വിശപ്പിനുള്ള ഭക്ഷണം മാത്രം കഴിക്കണമെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി കൂടുതലായിട്ടുണ്ട്, ഒന്നും പേടിക്കാനില്ല. ഇംഗ്ലീഷിൽ ഇതിനകത്ത് മരുന്നൊന്നുമില്ല. കൊളസ്ട്രോൾ കളയാനുള്ള ഇംഗ്ലീഷ് എല്ലാം കെമിക്കൽ ഗുളികളാണ്. അത് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം കെമിക്കൽ നമുക്ക് ഈ അഴുക്ക് ചെല്ലുമ്പോഴാണ് ലിവർ ഡാമേജ് ആകുന്നത്. ഈ വിഷാംശങ്ങൾ ചെല്ലുമ്പോഴാണ്. അത് വേണ്ടുവോളം ഈ മരുന്നുകളിലുണ്ട്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് ഡോക്ടർമാരെ കുറ്റം പറയണം, അങ്ങനെ മെഡിസിനെ പറ്റി കുറ്റം പറയണമല്ല. ആവശ്യത്തിന് അവർ ഉപകരിക്കണം. സർജറി പെട്ടെന്നുള്ള എമർജൻസി കേസൊക്കെ അവിടെ നമ്മൾ ചെല്ലുന്നത്. പക്ഷേ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ തീക്ഷ്ണമായിട്ട് വരുന്നത് ലിവറിനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ ആയുർവേദത്തിൽ എത്രയോ പേര് ഒരു കുഴപ്പമില്ലാണ്ട് ആയുർവേദത്തിലും വരുന്നുണ്ട്, യുനാനിയിലും മെഡിസിൻ ഉണ്ട്. പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമ്മളതിൽ ചിലപ്പോൾ ഒരു പഥ്യം പറയും. ആ പഥ്യം അനുസരിച്ച് നമ്മൾ നിന്നാൽ മതി. പിന്നെ ഭക്ഷണം കഴിക്കണ ഒരു ക്രമീകരണം പറയും. സിമ്പിളായിട്ട് മാറ്റിയെടുക്കാം. നമ്മളിതിന് വേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നാച്ചുറൽ മെഡിസിനാണ്. ആർട്ടിഫിഷ്യൽ മെഡിസിൻ അല്ല ഇതിന് വേണ്ടത്. ആർട്ടിഫിഷ്യൽ മെഡിസിൻ നമുക്ക് ഉപകാരം കൂടാതെ നമുക്ക് വേറെ ദോഷവും കുറച്ച് കഴിയുമ്പോൾ വന്നിരിക്കും. അപ്പോൾ നമുക്കിതിന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫൈബ്രോ ടെസ്റ്റ് ഉണ്ട് ലിവറിൻ്റെ. അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ കറക്റ്റ് കിട്ടില്ല. ഫൈബ്രോ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. മറ്റേ സ്കാനിങ് പോലെ റേഡിയേഷനൊന്നും ഉണ്ടാവില്ല. അത് വയറ്, നെഞ്ചത്ത് ഈ ഭാഗത്ത്, ലിവറിൻ്റെ മുകളിലായിട്ട് ഭാഗത്ത് ഈ ജെല്ല് തേച്ചിട്ട് ചെറിയൊരു മെഷീൻ വെച്ച് ഓടിക്കലാണ്. കമ്പ്യൂട്ടറിൽ കാണാം. അതാണ് ഏറ്റവും സൂപ്പർ ഇതിന്. അത് നമ്മൾ ചെയ്താൽ നമുക്കിപ്പോൾ ഡോക്ടറെ ചീട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരുടെ സ്ലിപ്പൊന്നും വേണ്ട. നമ്മളത് നോക്കി അതിൻ്റെ സ്റ്റേജ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ആ പേപ്പറായിട്ട് ആയുർവേദത്തിലോ യുനാനി ഡോക്ടർമാർ, കുറച്ച് പ്രായമുള്ളവർ ചെല്ലണം. പുതിയ ആൾക്കാരുടെ ചെല്ലരുത്. അവർ നമ്മളെ പരീക്ഷിക്കും, ഓരോ മരുന്ന് വന്ന് പരീക്ഷിക്കും. അത് വേണ്ട. കുറച്ച് പ്രായമുള്ളവർ ഡോക്ടറെത്തി വന്നാൽ സിമ്പിളായിട്ട് അത് മാറ്റിയെടുക്കാവുന്നുള്ളൂ. അവർ പറഞ്ഞ പഥ്യവും കാത്താൽ. അല്ല, അത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ലിവർ ഫാറ്റ് ഇല്ലാത്തൊരു മനുഷ്യനും ഇവിടെ ലോകത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.